നീറ്റ് 2026 മറ്റൊരു ക്വസ്റ്റ്യനാണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ഒന്നും വലുതായിട്ട് അറിയില്ലെങ്കിലും വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താം. എന്നാൽ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ കാൽവിൻ സൈക്കിളിൻ്റെ എല്ലാ സ്റ്റെപ്സും കോൺസെപ്ച്വലായിട്ട് തന്നെ അറിയണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് റീജനറേഷൻ ഓഫ് RUBPക്ക് സ്പെസിഫിക്കലി എത്ര ATP വേണം എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരേ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്നും അതെന്തൊക്കെ ആണതിൻ്റെ പോസിബിലിറ്റി എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ കോൺസെപ്റ്റിനും ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഇപ്പം നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞാൻ ചാനലിലൊരു വീഡിയോ ഇടുന്നതായിരിക്കും, അത് കാണുക. ഓക്കെ, അപ്പം മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ബൈ.